ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോക്സ്. ഞാൻ അനസ് യൂസഫ്. ഇന്ന് നമ്മളുടെ ISL ഫസ്റ്റ് മാച്ച് ആണ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ഹോം മാച്ച്. സോ ആ ഹോം മാച്ചിന് പോകാനുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു മാച്ച് ഡേ വ്ളോഗ് ആയിട്ടാണ് വരുന്നത്. സോ നമ്മൾ പോകാനുള്ള പ്രിപ്പയർ ആയി, ജേഴ്സിയൊക്കെ ഇട്ട്, ട്രാവലിംഗ് ജേഴ്സിയൊക്കെ ഇട്ട്, അതുപോലെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് പോകുന്നത് മഞ്ഞപ്പടയുടെ കൂടെ ബസ്സിലാണ്. നമ്മൾ നോർമലി വണ്ടിയിലാണ് പോകാറ്, പക്ഷെ ഇന്ന് മഞ്ഞപ്പടയുടെ കൂടെ ബസ്സിലാണ് പോകുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. സോ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. സോ ഗൈസ്, നമ്മളിത് റൂട്ടിൽ തിരൂരിൽ നിന്ന് വരുന്ന മഞ്ഞപ്പടയുടെ ബസ് കാത്തുകയാണ്. അവർ ഓൾമോസ്റ്റ് എത്തി, 2-3 മിനിറ്റ്സിലെത്തും. നമ്മളവിടെ എത്തി. വെൽക്കം ബാക്ക്. മലപ്പുറം ബാങ്കിന്റെ ട്രഷററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സ്റ്റേറ്റ് കോർ അംഗം. നമ്മൾ ഒരിക്കലും ഇപ്പൊ എത്ര ടഫ് ടീമാണെങ്കിലും എത്ര ചെറിയ ടീമാണെങ്കിലും നമ്മൾ ആ മറ്റേ മോഹൻ ബഗാനായിട്ട് കളിക്കുമ്പോഴും മുംബൈനായിട്ട് കളിക്കുമ്പോഴും ഇപ്പോൾ ഗോവനായിട്ട് കളിക്കുമ്പോഴും അവര് ഭയങ്കര ടീമാന്നുള്ള രീതിയിലല്ല നമ്മൾ പോവാ. നമുക്ക് നമ്മളെ ടീമാണ് ബെസ്റ്റ്. മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം നിശ്വാസമാകും ആഗ്രഹിനിശം മന്ദാരം കൗവിനെ പ്രണയിച്ചതും മന്ദാരം കാറ്റിനെ പ്രണയിച്ചതും കഥേനി പൂവിനെ പ്രണയിച്ചതും മഴ പെയ്ത നേരം മലർപൂത്ത നേരം മധുവായി നിറഞ്ഞൊരു സ്നേഹസല്ലാപം മഴ പെയ്ത നേരം മലർപൂത്ത നേരം സോ നമ്മളെ ബസ് അവിടെ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ നോർത്ത് പറവൂർ എത്തി. കൊടുങ്ങല്ലൂർ വഴി നമ്മൾ എത്തിയത്. എന്നിട്ട് ഇവിടെ നോർത്ത് പറവൂരിൽ മജ്ലിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മൾ ഉള്ളിൽ പോയിട്ട് ഇപ്പോൾ എന്താണ് ഓണായിട്ട് ബിരിയാണി അതാ സദ്യ ഫുഡ് വരും. ഓണായിട്ട് എന്താ കഴിക്കണേ? മാമുക്കോയ പറഞ്ഞ പോലെ ബിരിയാണിയാ? അല്ല, ഓണായിട്ട് എന്താ ബിരിയാണിയാ? സെറ്റല്ലേ? ഞാൻ തിന്നിട്ട് വരാം. നല്ലൊരു ഓണായിട്ട് മാമുക്കോയ പറഞ്ഞ പോലെ നല്ലൊരു ചിക്കൻ ബിരിയാണി. ഫ്രൈഡ് റൈസ് ഓണൊക്കെ തീരുമാനമായി. ചിരിച്ചടാ.
ഏത് വിങ്ങ? എറണാകുളം. ഇവിടുകാരിക്കേ ഏതാ വിങ്? പാലക്കാട്. അപ്പൊ എത്ര ടിക്കറ്റ്സ് ഉണ്ട് ഇന്നത്തെ മാച്ചിന്? അപ്പൊ എത്ര മണി മുതൽ ഇരിക്കണ്ട ഇവിടെ? നമ്മള് രാവിലെ 11 മണിക്ക് പാലക്കാട് നിന്ന് ഇറങ്ങിയതാ, 3 മണിക്ക് എത്തി, 3 മണി ഇരിക്കുകയാണ്. അപ്പൊ എത്ര മണി വരെ വെയിറ്റ് ചെയ്യും? നമ്മളൊരു 5-5:30 വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. പിന്നെ അതിനുശേഷം എല്ലാവരും കൂടെ സ്റ്റേഡിയത്തിനകത്തേക്ക്. അപ്പൊ ഈ ടൈമില് ബാക്കിയുള്ളവർ വന്ന് കളക്ട് ചെയ്യില്ലേ? ഇപ്പൊ ഈ എല്ലാ മാച്ചിനും ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ ബേസിക്കലി ഉള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ അവിടെ എൻജോയ് ചെയ്യുന്ന രീതിയിലൊന്നും പറ്റില്ല. ഇല്ല, നമ്മള് അകത്ത് കയറുന്ന എല്ലാ ടിക്കറ്റും കൊടുത്തതിന് ശേഷമാണ് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പൊ തൊട്ടുള്ള മാത്രം ആസ്വദിക്കാം. പിന്നെ നമ്മളുടെ ടിക്കറ്റ്സിന് നോർമൽ ടിക്കറ്റ്സിനായിട്ട് റേറ്റ് വ്യത്യാസം ഉണ്ടല്ലേ? വ്യത്യാസമുണ്ട്. നമുക്ക് ഓൺലൈനിൽ കുറവായിട്ടാണ് മഞ്ഞപ്പുറ ടിക്കറ്റ് കൊടുക്കുന്നത്. ഓക്കെ. സോ നമ്മളിവിടെ വന്നിട്ട് ടിക്കറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ കാസർഗോഡ് നിന്ന് UAE വിങ്ങിൻ്റെ മെമ്പേഴ്സാണ്. കാസർഗോഡ് നിന്ന് വന്നിട്ട് ടിക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. അൻസീർക്ക, എത്ര ലോങ് അവിടെ നിന്ന് ട്രാവൽ ചെയ്യുക? അവിടെ എത്താൻ കിലോമീറ്റേഴ്സ് ആണോ? അപ്പോൾ എപ്പോഴാണ് പുറപ്പെട്ടെ? ഇന്നലെ രാത്രി വന്ന്, എന്നിട്ട് ഒരു ദിവസം മൊത്തം സ്റ്റേ ചെയ്ത്. ഇനിയിപ്പോൾ ഇന്ന് മാച്ച് കഴിഞ്ഞാൽ ഉറങ്ങാതെ വണ്ടി എടുത്തിട്ട് വന്ന് എന്നിട്ട് ട്രാവൽ ചെയ്തെത്തിയല്ലേ? അപ്പൊ ഇന്ന് അപ്പൊ എന്താ എക്സ്പെക്ട് ചെയ്യണം ഇന്നത്തെ ഫസ്റ്റ് മാച്ചിന്? 2-0 ക്ലീൻ ഷീറ്റ് അടിക്കും തന്നെ. ആരടിക്കാ? 2 എന്താ പറയണേ? 2-0 തന്നെ ഒക്കെ മാറ്റില്ല. ഫിക്സ് ആക്കി വന്ന്. അപ്പൊ സ്റ്റാൻഡ് ചെയ്യുന്ന ആളാ. ശരി. സോ ഗൈസ്, നമുക്കിവിടെ ലേഡീസ് വിങ്ങിലെ മെമ്പേഴ്സ് ഉണ്ട്. സോ നമുക്ക് അവരോട് ചെയ്യാം. നിങ്ങളൊക്കെ എവിടുന്ന് വരുന്നേ? മലപ്പുറം, നിലമ്പൂര്, പാലക്കാട്, എറണാകുളം. ഇതിപ്പോ എന്താ നിങ്ങളെ ടിക്കറ്റ്സ് ഉണ്ടോ? നിങ്ങളെ വിങ്ങിന്റെ എത്ര ടിക്കറ്റ്സ് ഉണ്ട്? ഇന്ന് 80 ടിക്കറ്റ്സ് ഉണ്ട് അല്ലേ? ഇപ്പൊ എത്ര മണിക്ക് വന്ന് നിൽക്കണ്ട ഇവിടെ? 2 മണി അല്ലെങ്കിൽ 2:30 ആ ടൈമിൽ വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് ഒന്നും അങ്ങനെ അധികം കാണാൻ കഴിയില്ല. ഓൾമോസ്റ്റ് കയറുമ്പോ മാച്ച് തുടങ്ങേണ്ട സമയമാവും അല്ലേ? എല്ലാ മാച്ചിനും വരുമോ? അപ്പൊ ഇന്ന് ഓണം മിസ് ചെയ്തിട്ട് വന്നിട്ട് എന്താ തോന്നണേ? വീട്ടിൽ നിന്നൊക്കെ എന്താ പറയാ? അപ്പൊ ഓണത്തിനൊക്കെ ആയിട്ട് വരുമ്പോ അപ്പൊ ഒരു വീട്ടിൽ നിന്ന് 2 ആള് വരുന്നേ. പിന്നെ അവർക്ക് മനസ്സിലായി ഇത് ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ഇവിടെ കളി വെച്ചിട്ട് ഓണാക്കാം അല്ലേ? പിന്നെ ഓണം കഴിഞ്ഞിട്ടില്ലല്ലോ, നമുക്ക് അവിട്ടോ ഉത്രാടൊക്കെ ആഘോഷിക്കാലോ അല്ലേ? 67 പ്ലസ് എക്സ്ട്രാ 4 ടിക്കറ്റ്, 71 ടിക്കറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതിലെല്ലാവരും വന്ന് വാങ്ങി. ഒരാൾ മാത്രം ലേറ്റ്. സമയം 6 മണി. അപ്പോൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്റ്റേഡിയത്തിൽ കയറാൻ. പിച്ചോ 3-0 പറയുമ്പോ ഇച്ചിരി മൂന്നെണ്ണം അടിക്കും. 2-1 നമ്മളും 4 നമ്മള് 3 ലോഹ 2 ഗോൾ ഒരു അസിസ്റ്റ്. 1-0 രണ്ടാളും ജയിക്കും. അതാണോ? 1-0 എത്ര ഗോള്? 2 ഗോള്. ൂണില്ല, പക്ഷെ അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. ൂണെന്ന് പനിയാണെന്ന് തോന്നുന്നു.
കളി തോറ്റി എന്താ പറയാലേ അല്ലേ? വിഷമായ സീനിലല്ലോ. അടുത്ത കളിയാണോ വരില്ലേ? അതാണ്. എന്താ മോന്റെ പേര്? പ്രധാന കാരണം നിങ്ങൾ യു എയിൽ വന്നുകൊണ്ടാണ്. അവിടെ യു എയിൽ സപ്പോർട്ട് ചെയ്താൽ പോയിരുന്നു. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ജയിപ്പിക്കുമായിരുന്നു. നിങ്ങൾ യു എയിൽ ഇതിന് വേണ്ടി വന്നതുകൊണ്ട് കളി വെച്ചു. എനിക്ക് അത്ര പറയാനുള്ളൂ. വിഷമത്തില്ല അത്ര അടുത്ത കളി അടിക്കൂലേ? നിങ്ങളെവിടുന്ന് വരുന്നേ? ആലപ്പുഴ. ബസ്സിൽ വന്നാണോ? ട്രെയിനിലാ? പിന്നെ തിരിച്ച് എങ്ങനെ ട്രെയിൻ ഉണ്ടോ? എത്ര മണിക്കാ ട്രെയിന്? അപ്പൊ എത്ര മണിയാവും വീടെത്താൻ അവസാനം? 5 മണി 6 മണിയാവും. ശരി. അപ്പൊ രാവിലെ എത്ര മണിക്ക് പോകുന്നത്? ഇപ്പൊ ഒരു 24 hours മൊത്തം അല്ലേ? കുഴപ്പമില്ല. അടുത്ത കളിക്കണ്ടാവല്ലേ? ബ്രോ എന്താ പേര്? ഉറക്കെ പറയണോ? ബൈക്കില്ല. മുഹമ്മദ് സുബൈറ. എവിടുന്ന വരുന്നേ? വൈലത്തൂര്. ബ്രോ ആദ്യമായിട്ടല്ലേ സ്റ്റേഡിയത്തിൽ വരണേ? അല്ല, പക്ഷെ ബ്രോഡ് ഒരു സ്റ്റോറി കേട്ടല്ലോ, നിങ്ങൾ എന്തോ 2 പ്രാവശ്യം സ്റ്റേഡിയത്തിൽ വന്നെന്നോ അങ്ങനെ എന്തോ. ആ, ടിക്കറ്റ് ഉണ്ടായില്ല. അത് ശരി. അപ്പൊ നിങ്ങൾ എവിടെ ശരിക്കും വർക്കിങ്? എവിടെ വർക്ക് ചെയ്യണ്? ഖത്തറിൽ വർക്ക് ചെയ്യണം. അപ്പൊ ലീവിന് വന്നാണ്. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്നിട്ട് പുറത്തുനിന്ന് സ്റ്റേഡിയത്തിന്റെ മൊബൈലിൽ കളിയുണ്ട്. ഇന്ന് ആദ്യമായിട്ട് കണ്ട്. പക്ഷെ കളി തോറ്റു. എന്തെങ്കിലും പറയാല്? ഇപ്പൊ സമയം 2:30 മണിയായി. മാച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി. ബസ് വന്നു. അതിൻ്റെ ഇടയിൽ ബസ് നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തി. ഞാൻ വീട്ടിലെത്തിയ സമയമാണ് രാത്രി 2:30 മണി. അതുപോലെ ആ ബസ്സിലുള്ളത് അത് തിരൂരിൽ നിന്ന് വരുന്ന ബസ്സാണ്. അപ്പോൾ അവരവിടെ എത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 3:34 ആവും. നമ്മളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിയെന്ന് ഒരുപാട് പേര് കാസർഗോഡ് നിന്നൊക്കെ വന്നിട്ട് അവരൊക്കെ നേരം വെളുത്തിട്ടായിരിക്കും എത്തുക. അപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഈ മാച്ച് കാണാൻ വരുന്നത്. അത്രയും ഇഷ്ടമാണ് ഈ ടീമിനെ എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട്സ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരു സംശയമാണ്. പക്ഷേ ആ വരുന്നൊരു പാഷനൊക്കെ അല്ലേ, അതൊക്കെ കാണുമ്പോൾ നമ്മൾക്കിപ്പോൾ പ്രവാസിയായ എനിക്കൊക്കെ 1-2 പ്രാവശ്യമൊക്കെയാണ് ഒരു വർഷത്തിൽ മാച്ച് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടുക. ഇവരൊക്കെ ഓൾമോസ്റ്റ് എല്ലാ മാച്ചിനും വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഫാൻസൊക്കെ ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യാറില്ലപ്പോൾ ഈ ടീമൊന്നും എവിടെയും പോകില്ലാന്നേ, ഇവിടെ തന്നെ ഉണ്ടാവും. മാച്ചിനെ കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പോസ്റ്റ് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മാച്ച് ഒന്നുകൂടി കാണണം. അപ്പോൾ അത് കണ്ടിട്ട് നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, until we meet again, it's bye from Anas Yusuf.